ഈ കാപ്പിച്ചെടിയുടെ ഉള്ളിലൂടെയൊക്കെ നമ്മളിതാ നുഴഞ്ഞ് കയറി പോവുകയാണ്. ഇതാ ഈ കാണുന്നതാണ് എൻ്റെ വയനാട്ടിലുള്ള വീട്. ഇവിടെ അങ്ങനെ ആരും താമസമല്ല, എപ്പോഴെങ്കിലും അപ്പനും അമ്മയൊന്ന് വന്ന് തുടച്ച് വൃത്തിയാക്കി പോവുകയാണ് സാധാരണ. ഇവിടെ ഒരു പാലമുണ്ട്, ഇതുണ്ടോ? ഈ തോടിന് കുറുകെയുള്ള ഈ പാലത്തിലൂടെ വേണം നമുക്ക് അക്കരെ എത്താൻ. ഇതിലെ നടക്കാനൊക്കെ ഒരു പരിചയം വേണേ, ഇല്ലെങ്കിൽ മറിഞ്ഞ് കെട്ടി താഴെ വീഴും. ഇതുണ്ടോ ഒരു പക്ഷിക്കുട്ടീനെ കണ്ട? അടിപൊളിയല്ലേ, ചെറിയ പക്ഷിക്കുട്ടി. ഞാൻ നിൽക്കുന്നതേ ഒരു തോട്ടത്തിലാണ്, കവുങ്ങും തോട്ടത്തിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിലാണ്, വയനാട്ടിൽ ഒരു ഉൾഗ്രാമത്തിലാണ് നമ്മുടെ വീട്. അത്തിമട്ടം എന്ന് പറയും, ആ ഭാഗത്താണ്. കടൽമാട്, നമ്മുടെ അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് വടുവഞ്ചാലാണ്. അപ്പോൾ ഇവിടെ മൊത്തം കൃഷിത്തോട്ടങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രാമത്തിലെ കുറേ മനോഹരമായ കാഴ്ചകളാണ്. ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ആരും തന്നെ പങ്കുവച്ചിട്ടുണ്ടാവില്ല, ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല. മനോഹരമായ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ ഗ്രാമത്തിലെ ഒരു വീഡിയോ വരുന്നത്. ഞാനിതിനു മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഗ്രാമത്തിലെ വീഡിയോസ്. ഇതിലേക്ക് നടക്കാൻ നല്ല രസമാട്ടോ. ഇതുണ്ടോ പൈനാപ്പിൾ? ഇവിടെ കൂടുതലും കൃഷിത്തോട്ടങ്ങളാണ്, അതുപോലെ തന്നെ കൃഷിത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരാണ് ഈ ഗ്രാമത്തിൽ കൂടുതലും ഉള്ളത്. ചീര കോഴിക്കോടൊക്കെ ആണെങ്കിൽ ഈ വീടിൻ്റെയൊക്കെ മുന്നിൽ മതിലുകളായിരിക്കും. ഇവിടുത്തെ മതിലിന് പകരം ചെമ്പരത്തി ചെടികളാണ് രണ്ട് വശത്തുള്ളത്. കണ്ടോ? അതിന് നടുക്കൂടെ ചെറിയ ഒരു വഴിയും, ചെറിയ വഴിയല്ല, ഇതിലെ വാഹനങ്ങളൊക്കെ പോകുന്നൊരു വഴി തന്നെയാണ് കേട്ടോ. പക്ഷെ രണ്ട് വശത്തും ചെമ്പരത്തി കൊണ്ടാണ് വേലി കെട്ടിയിരിക്കുന്നത് മതിലിന് പകരം. അവിടെ ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ളൊരു കോർട്ടുണ്ട്. നമ്മുടെ അവിടെയാണെങ്കിൽ കോഴിക്കോടൊന്നും ഇങ്ങനത്തെ കോർട്ടുകളല്ല ഉള്ളത്. ഇതാണ് ഗ്രാമത്തിലെ കാഴ്ചകൾ. ഇതുണ്ട്, ഇത് വാഴത്തോട്ടങ്ങളാണ്. ഇതൊന്നും ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, ഒരു ഗ്രാമമാണ്. കൃഷികളും മറ്റ് ജോലികളൊക്കെ ആയിട്ട് ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമം. ഇങ്ങനത്തെ കാഴ്ചകളൊന്നും സാധാരണ ആരും തന്നെ വീഡിയോയിലൊന്നും വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നതാണ്. ചെറിയ പാലം, ചെറിയ തോടാണ്. ഇതിലൊക്കെ മീനുകളൊക്കെ ഉണ്ട്, ചെറിയ മീനുകൾ. ഈ വാഴയ്ക്കൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കൈത്തോടുകളുണ്ട്. ഇതൊക്കെ കൃഷിത്തോട്ടങ്ങളാണ്. ഇതിലൊക്കെ നടക്കാൻ കുറച്ച് റിസ്ക്കാണ്. ഈ വഴിയിലൂടെയൊക്കെ നടക്കാനേ കുറച്ചൊരു പരിചയം വേണം. മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല വഴുക്കലും ഉണ്ടാവും. പരിചയമില്ലെങ്കിൽ തലയും കുത്തി താഴെ കിടക്കും. വാഴത്തോട്ടങ്ങളുടെ നടുവിലൂടെ നടക്കുന്നത്. ഇതിലങ്ങനെ വലിയ വഴികളൊന്നുമല്ല, ചെറിയ ഇടവഴികളായിരിക്കും. നോക്കി നടന്നില്ലേ മൂക്കും കുത്തി താഴെ വീഴും. എന്താ കാട്ടുപുല്ല് നല്ല രസമുണ്ട് കേട്ടോ, കടുക് പോലെ. ഇതിൽ സൂക്ഷിച്ച് നടക്കണം. അങ്ങനെ വലിയ വഴികളൊന്നുമല്ല, ചെറിയ ഇടവഴികളാണ്. നമുക്ക് പിന്നെ നടന്ന് നല്ല ശീലമുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മൂക്കും കുത്തി താഴെ കിടക്കും. കാരണം ചെറിയ തോടും അതേപോലെ തന്നെ ചെറിയ മരങ്ങൾ കൂടെ മുകളിൽ കൂടെ ഒക്കെ നടക്കണം. പാലങ്ങളൊക്കെ ചെറുതാണ്. നമ്മൾ ജനിച്ച് വളർന്ന ഒരു നാടാണ്. ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ട് കോഴിക്കോടാന്ന് മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, ഇതൊരു തോടുണ്ട്, ഇതൊരു പാലം, ചെറിയൊരു പാലമാണ്. ഇപ്പോൾ ഈ തോട്ട് വെള്ളമൊന്നുമില്ല കേട്ടോ, വേനൽക്കാലം ആയതുകൊണ്ട്. ഇത് കൊക്കയാണ്, കൊക്ക. കൊക്കോ എന്ന് പറഞ്ഞ ചെടി അത്.
ഈ കാണുന്നതൊക്കെ കൊക്കോ ആണ് കേട്ടോ. കൊക്കോ മരവും അതിൽ കായും ഉണ്ട് കേട്ടോ. പഴുത്തതും ഉണങ്ങിയതും പച്ചയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കൊക്കോ കായ്കൾ. ഇതുകൊണ്ടാണ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പണ്ട് ഇങ്ങനത്തെ കൊക്കോ പൊട്ടിച്ചിട്ട് പച്ചക്കി അതിൻ്റെ ഉള്ളിലുള്ള സാധനം തിന്നുമായിരുന്നു. അതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഒരു ഓർമ്മകളായിട്ട് നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നു. ഞാൻ ചെറുപ്പത്തിൽ ചായപ്പൊടി കച്ചവടം ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ പത്രവിതരണം. അപ്പോൾ അതിനൊക്കെ ഈ ഇടവഴിയിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഇത്ര ടാറൊന്നും ഉണ്ടായിരുന്നില്ല, സാധാ ഒരു ഇടവഴിയായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ നന്നാക്കിയിട്ടുണ്ട് റോഡൊക്കെ. വല്ലട്ടാ, ഞാൻ രാവിലെ വന്നു. ഒരുപാട് നാളുകൾ കൂടിയിട്ടാണ് ഞാൻ ഇതിൽ വരുന്നത്. അതുതന്നെ വഴി നീളെ നമ്മുടെ പരിചയക്കാരൊക്കെ ഉണ്ട്, പഴയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ വയനാട്ടിലെ കാട്ടിക്കുളവും ബാവേലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കയറി കണ്ടോളൂ. കൂടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചോളൂ. കായകളുണ്ടായി തുടങ്ങി. ഇടവഴിയിലൂടെ കറങ്ങി നമ്മൾ പ്രധാന റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ റോഡ് നേരെ പോകുന്നത് പുറ്റാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ചെറിയൊരു തോടുണ്ട്. പഴയ ഓർമ്മകളിലേക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം. പണ്ട് നമ്മൾ ഈ വെള്ളത്തിലേക്കാണ് നീന്തൽ പഠിച്ചത്. അന്ന് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. കുറച്ചുകൂടി വലിയ പുഴയായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ ചിറ കെട്ടി വെച്ചിട്ട് കൃഷിത്തോട്ടങ്ങളിലോട്ട് വെള്ളം എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നീന്തൽ പഠിച്ചത് ഇവിടെയല്ല, കുറച്ച് മുകളിലായിട്ടായിരുന്നു. ആഴൊന്നുമില്ല, ഇത് കളിക്കാനൊക്കെ നല്ല രസമുള്ളതാണ്. മീനുകളൊക്കെ ഉണ്ടാവും. ചെറിയ മീനുകളുണ്ട് ഇത് കൂടെ കാണാൻ. നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മളൊരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും ഈ വെള്ളത്തിൽ കളിക്കാനായിട്ട്. കുളിയും വെള്ളത്തിൽ കളിയും അതൊക്കെ നമുക്ക് ഓർമ്മകളാണ്. നമ്മളിപ്പം ഇറങ്ങിയ പുഴയില്ലേ, അത് ചെറിയൊരു പുഴയാണ് ഇപ്പോൾ കാണുന്നത്. പണ്ട് കുറച്ചുകൂടെ വലുതായിരുന്നു. മഴയൊക്കെ പെയ്ത് നല്ല വെള്ളം വരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചിറകെട്ടി നിർത്തുമായിരുന്നു കൃഷിത്തോട്ടങ്ങളിലോട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് നല്ല നമ്മുടെ ഏകദേശം ഈ ഹൈറ്റിലൊക്കെ വെള്ളം വരും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വെള്ളത്തിൽ ചാടി കളിച്ച് ആ വെള്ളത്തിലേക്കാണ് നമ്മൾ നീന്തൽ പഠിച്ചത്. അന്നൊരു ആരായിരുന്നു, രാവിലെ ഒരു ഉച്ചയാകുമ്പത്തിന് തോട്ടിലിറങ്ങി കഴിഞ്ഞാൽ 5 മണി വരെ വെള്ളത്തിൽ കളിയായിരിക്കും. അതൊരു കാലം, കുട്ടിക്കാലം. ഇന്നത്തെ ആൾക്കാരോട് നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു 30 വയസ്സ് വരെ ഞാൻ ഈ നാട്ടിലായിരുന്നു. എന്നാൽ അന്ന് ബസ്സുകളോ അല്ലെങ്കിൽ മറ്റ് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നാടായിരുന്നു നമ്മുടേത്. ജീപ്പുകൾ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് 4 വീൽ ജീപ്പുകളായിരുന്നു അന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഐഗിയറുള്ള വണ്ടികൾ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കയറ്റത്തൊക്കെ ചിലപ്പോൾ കുടുങ്ങി പോകും, സാധാരണ ജീപ്പൊക്കെ ആണത്. അപ്പോൾ അങ്ങനത്തെ ജീപ്പുകൾ മാത്രമുള്ളൊരു നാട്ടിലായിരുന്നു അന്ന്. ബസ്സുകളോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ പിള്ളേർക്കും വാഹനങ്ങളായി, ബസ് സർവീസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇന്നത്തേത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ താമസിക്കുന്നത് വെച്ചാൽ ഒരു ഹൈടെക് സിറ്റിയിലാണ്, അറിയാലോ, കോഴിക്കോടാണ്. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കുമ്പം
ഭയങ്കര അത്ഭുതമാണ്. മോളോടൊക്കെ നമ്മുടെ ജീവിതകഥ പറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊക്കെ പുച്ഛം പോലെ തോന്നും, അല്ലെങ്കിൽ അവർക്കൊന്നും ഇനി ജീവിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു സ്ഥലത്ത്. അതേപോലത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇറങ്ങിയ കൈത്തോടിൻ്റെ വഴിയാണിത്. രണ്ട് സൈഡിലും കാടൊക്കെ പിടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മഴ പെയ്താൽ ചിലപ്പോൾ ഇടിയൊക്കെ ചെയ്യും. എന്താ ഈ തോടിൻ്റെ പക്കത്താണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ വീടിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പണ്ട്, ഒരുപാട് മുന്നേ. എൻ്റെ ചാനൽ റീച്ചായി വരുന്നതിന് മുന്നേ ഞാൻ ഇവിടത്തൊക്കെ കാഴ്ചകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പുതിയ ആൾക്കാർക്ക് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ ഗ്രാമം നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കുകയാണ്. ഇതൊക്കെ കൃഷിത്തോട്ടങ്ങളാണ്, കാപ്പി കൃഷിയൊക്കെ. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. കുന്നും മലകളും താഴ്വരകളും അതുപോലെ തന്നെ കൈത്തോടുകളും കൃഷിത്തോട്ടങ്ങളും ഒക്കെ അടങ്ങിയ മനോഹരമായ ഒരു ഗ്രാമമാണ് നമ്മുടെ ഈ ഗ്രാമം. ഇത് ഉപ്പേരിയൊക്കെ വെക്കാൻ പറ്റിയ ചീരയാണ്, പച്ചച്ചീര പൂത്തു നിൽക്കുകയാണ്. ഈ കാപ്പിക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണം. എന്നിട്ട് ഒരു ചെറിയ പാലവും കടന്നാൽ എൻ്റെ വീടെത്തി, എൻ്റെ പഴയ വീട്. ഈ പാലം കടന്ന് വേണം അക്കരയ്ക്ക് പോകാൻ. കുറച്ച് ബുദ്ധിമുട്ടാണ്. അമ്മ ഇതിൻ്റെ തോട് നമ്മുടെ വീടിന് നേരെ മുന്നിൽ പണ്ടുണ്ടായിരുന്ന തോടാണ്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. കണ്ട, ഈ തോടിൻ്റെ സൈഡിലാണ് നമ്മുടെ വീടുണ്ടായിരുന്നത്. മാ ഓയ് കണ്ട, ഇവിടെ മയിലുകളൊക്കെ വരും. കുരങ്ങൻ്റെ ശല്യമായിരിക്കും എപ്പോഴും. മാ ഓയ്. ഈ പ്ലാവിൻ്റെ മുകളിൽ ഇത്തിരി കണ്ണി പറ്റുന്നത്തോളം പോയി പറ്റുന്നത് കൊമ്പ്. അതൊരു കാപ്പിത്തോട്ടമാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കാപ്പി പറിക്കാനും കുരുമുളക് പറിക്കാനൊക്കെ ആ തോട്ടത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് നാൾ. അവിടെ ആ ഗ്രൗണ്ടിലിട്ടായിരുന്നു ഉണക്കലൊക്കെ ഉണ്ടായിരുന്നത്. കാപ്പി ഉണക്കും മുളക് ഉണക്കലൊക്കെ അവിടെയായിരുന്നു. എനിക്കിതാ ഈ താഴെ കാണുന്നിടത്തൊരു വീടുണ്ടായിരുന്നു. ആ വീടില്ലേ, അവിടെയായിരുന്നു നമ്മുടെ ആദ്യത്തെ വീട്. പിന്നെ നമ്മളത് വിറ്റ് പോയതാണ്. ഇപ്പോൾ അവർ കുറച്ചുകൂടെ പുതുക്കി പണിയൊക്കെ ചെയ്തു. ഇവിടുത്തെ ഈ കാപ്പിത്തോട്ടത്തിലും കുരുമുളക് തോട്ടത്തിലൊക്കെ നമ്മൾ ഒരുപാട് പണി ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഒരു 10, 16, 17 വയസ്സുള്ളപ്പോഴൊക്കെ നമ്മൾ മുളക് പറിക്കാനും കാപ്പി പറിക്കാനൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് നമുക്കിവിടെ 1-2 വീടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വിറ്റ് ഇപ്പം ഞാൻ കാണിച്ചില്ല, ആ വീട്ടിലോട്ട് നമ്മൾ ലാസ്റ്റ് താമസിച്ചത്. അവിടെയായിരുന്നു എൻ്റെ കല്യാണം നടന്നത്. ഇവിടുത്തെ ഈ കാപ്പിത്തോട്ടത്തിലും കുരുമുളക് തോട്ടത്തിലൊക്കെ നമ്മൾ കാപ്പി പറിക്കാനും കുരുമുളക് പറിക്കാനൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെറുപ്പകാലം അവിടെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ തൊട്ടടുത്തായിരുന്നു എൻ്റെ വീട്, ആദ്യത്തെ ഒരു വീടുണ്ടായിരുന്നു. അത് പിന്നെ വിറ്റു. ഇപ്പം ഞാൻ കല്യാണം കഴിച്ചത് ഇപ്പം നമ്മൾ കാണിച്ച ആ വീട്ടിലായിരുന്നു. ഇതൊരു ചായക്കടയും മസാലക്കടയൊക്കെ ആയിരുന്നു. നമ്മൾ വൈകുന്നേരങ്ങൾ ഇവിടെ വന്ന് ചെസ് കളിക്കലൊക്കെ ഉണ്ടായിരുന്നു, ക്യാരംസ് കളിക്കാനൊക്കെ വരുമായിരുന്നു. അതിന് മുകളിലൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു പണ്ട്. ഗീവർഗീസ് പുണ്യാളൻ്റെ കുരിശടിയാണ്. ഇവിടെ നമുക്ക് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാം.
ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് കരിങ്ങലോട്. കരിങ്ങലോട് കവലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മളിങ്ങനെ നടക്കുമ്പോഴേ ഇതുണ്ടോ കുറേ കോഴിക്കുട്ടികളല്ല കോഴികളാണ്. നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതുണ്ടോ ചെറിയൊരു പാലം മാത്രമേ ഉള്ളൂ. അതിൽ വെള്ളമൊന്നും ഒഴുകുന്നില്ല. അപ്പം വേനലായതുകൊണ്ടാണ്. അവിടെ ഇതിലുള്ള റോഡ് കണ്ടോ, ഗ്രാമഭംഗിയാണ്. ഒരു കുഞ്ഞ് തെങ്ങ്. ഈ കപ്പ 6-ാം മാസ കപ്പ എന്ന് പറയും. 6 മാസമാകുമ്പോൾ ഇതിന് വിളവെടുപ്പാവും. അതിൻ്റെ തണ്ടിനൊരു പ്രത്യേകത ഉണ്ട്, ചുമന്ന തണ്ടായിരിക്കും. ഇതുണ്ടോ, കപ്പ പൂള എന്നൊക്കെ പറയും. തൃശ്ശൂരിലൊക്കെ കൊള്ളി എന്നാണ് കപ്പയ്ക്ക് പറയുക. ഇതൊക്കെ വാഴക്കൃഷിയാണ്. ഇതൊക്കെ ഈ വാഴയ്ക്കൊക്കെ കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കവുങ്ങിൻ്റെ മരങ്ങളാണ്, കവുങ്ങ് തണ്ടുകൾ. ചെറിയൊരു കൈത്തോട്. ആരും കാണാത്ത എൻ്റെ ഗ്രാമത്തിലെ കുറേ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇതുവരെയൊക്കെ പങ്കുവച്ചത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ഇനിയും വരുന്നതായിരിക്കും. അതൊക്കെയും ബൈ ബൈ. അറിയോ